என் பாக்கிய காலம் ஓர்க்கும்போ என் உள்ளம் துள்ளுന്നു ஈலோக சுகம் തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തെ അന്നു ഞാൻ പാടിടും നിത്യമാം രാജ്യത്തെ അന്നു ഞാൻ പാടിടും രാജന്മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രാജന്മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തെ ഫലമാ വാഴുമേ സ്വർഗത്തിൽ രക്തത്തെ ഫലമാ വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി കോടി കോടി യുഗങ്ങളായി കുഞ്ഞാട്ടിൻ തേടോ രക്തത്താ ഞാൻ സുറ്റനായിട്ടേന്നു തൻ ചങ്കിലെ ആമേൻ 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 അഗ്നി 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 അഭിഷേക മഴ എല്ലാരും എല്ലാരും ഒത്തൊരുമിച്ച് എല്ലാരും ഒത്തൊരുമിച്ച് ഏകാഗ്ര ഹൃദയത്തോട് വലിയവനെ വാഴ്ത്തുവിൻ ഏറ്റവും വലിയവനെ വാഴ്ത്തുവിൻ ആമേൻ അയൽക്കാരനെ നോക്കരുത് ഉയരത്തിലേക്ക് നോക്കുക ഭൂമിയിൽ ഉള്ളതിന് ചിന്തിക്കരുത് ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിച്ചു കൊള്ളുക ആമേൻ ഒറ്റ മനസ്സ് ഒറ്റ മനസ്സ് ആമേൻ cry unto him with a single mindedness ഒറ്റ മനസ്സ് ആമേൻ ആമേൻ ബലമായി ബലമായി ആമേൻ സ്വർഗം താണിറങ്ങി വരുന്നു സ്വർഗം താണിറങ്ങി വരുന്നു for you for you for you നിങ്ങൾക്ക് വേണ്ടി ഓരോ ആളുകൾക്ക് വേണ്ടി സഹോദര നിങ്ങൾക്ക് വേണ്ടി സഹോദരി നിങ്ങൾക്ക് വേണ്ടി അഗ്നി കോട്ട അഗ്നി കോട്ട ആമേൻ the fortress of fire the fortress of fire around you ആനന്ദ നദി നിന്റെ ഉള്ളിൽ ശുദ്ധീകരിക്കുന്നവൻ ശുദ്ധീകരിക്കുന്നവൻ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നവൻ വചനം ഉള്ളിൽ നടപ്പെടുവാൻ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു yes you are sanctified നന്ദി 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 ദൈവമേ ആർക്കും മുഖം മറയ്ക്കരുതേ ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവം ഇടപെടണം ദൈവം സംസാരിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ മത്തായി സുവിശേഷം 8:17 അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് ആമേൻ അവൻ നമ്മുടെ വ്യാധികളെ ചുമന്ന് ഐസയ 53:5 പ്രവചന വാക്കുകളിൻ ആവർത്തനമാണ് ഈ വചനം. The Bible says Jesus Christ bore our sickness. He bore our sickness. வேதம் சொல்லுகிறது அவர்
நம்முடைய நோய்களை சுமந்தார். ஏது வியாதியாயாலும் நம்முடைய பரம அப்பன் கிறிஸ்து நம் எல்லாருடைய வியாதியையும் அவன் சுமந்த. He bore our sickness. 2 கொரிந்தியர் 5:21, 1 யோகன்னான் 3:5, எபிராயர் 4:15 இம்மூணு வചനமும் ഒറ്റ വചനത്തിലാക്കി ഐശ്യ 53:6 നമ്മുടെ എല്ലാ അക്രമവും അവൻ ഒറ്റയ്ക്ക് ചുമന്ന്. ആമേൻ. പിതാവാം ദൈവം, മഹാപരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം സർവ മനുഷ്യരും കാണിച്ചു കൂട്ടിയ സർവ അക്രമവും ഐശ്യ 53:6 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ ഒറ്റ ക്രിസ്തു, ഒറ്റ മനുഷ്യനിൽ അവൻ്റെ തോൾമേൽ നമ്മുടെ അക്രമം പിതാവാം ദൈവം ചുമത്തി. പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ ക്രിസ്തു. ഹല്ലേലൂയ. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, അവൻ്റെ തോൾമേൽ നമ്മുടെ സർവ പാപവും പിതാവാം ദൈവം ചുമത്തി. ഇവിടെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ദൈവാത്മാവ് നമ്മുടെ കരങ്ങളിൽ തന്നത് നമ്മുടെ എല്ലാ രോഗവും, ക്യാൻസറോ, ബ്ലഡ് ക്യാൻസറോ, ഹാർട്ട് അറ്റാക്കോ, ഏത് രോഗമായാലും ചുമന്ന് തീർത്ത ഒരുവൻ നമുക്കുണ്ട്. He bore our sickness. നമ്മുടെ രോഗം അവൻ ചുമന്ന്. കഴിഞ്ഞ 2-2.5 ആണ്ട് കാലം ഡബിൾ മാസ്ക്, ക്വാറന്റൈൻ, 2 മീറ്ററെങ്കിലും അകലം, PPE കിറ്റ്, ഒരു മനുഷ്യൻ്റെ നിഴൽ തൊടുവാൻ പോലും വേറൊരു മനുഷ്യൻ ഭയപ്പെട്ട കാലം. ഈ പശ്ചാത്തലത്തിൽ നമുക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു തച്ചൻ്റെ മകനായി ഇസ്രായേൽ രാജ്യത്തിൽ നന്മ ചെയ്യുന്നവനായി സഞ്ചരിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 14:14 the Bible says when Jesus Christ saw a sick woman, Bible says in first Jesus was moved with compassion and then healed all. മത്തായി 14:14 നമ്മെ പഠിപ്പിക്കുന്നു. ഒരു രോഗിയെ യേശു കണ്ടാൽ ആദ്യം ആ രോഗിയോട് യേശു മനസ്സലിഞ്ഞ് പിന്നെ അവരിൽ രോഗികളെ അവൻ സൗഖ്യമാക്കി. അവൻ്റെ അടുത്ത് വന്ന ഒരു രോഗി പോലും രോഗത്തോട് മടങ്ങിപ്പോയ ചരിത്രമേയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വ്യാധികളെ ചുമന്ന യേശു. 3 യോഹന്നാൻ 1:2 യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ ഒരു വരി നമ്മുടെ വാഗ്ദത്ത വചനമായി എഴുതുന്നു. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ
നീ സർവത്തിലും സുഖമായിരിക്കണം. ആമേൻ. You should be healthy. Your body should be healthy. Your life should be healthy. Just like your spirit is healthy in prosper. നിന്റെ ആത്മാവ് പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോൽ നീ സർവത്തിലും നീയും നിന്റെ ജീവിതവും നിന്റെ ശരീരവും സുഖമായിരിക്കണം. You should be healthy. You should not be a sick man. You should not be a cancerous woman. You should be healthy. നീ സുഖമായി ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിലാണ് ദൈവത്തിന് സന്തോഷം. പിന്നെ എന്തുകൊണ്ട് രോഗം, എന്തുകൊണ്ട് വ്യാധി? വീണു പോയ ഈ ഭൂമിയുടെ അനന്തരഫലം, അധപ്പതനത്തിൻ്റെ റിസൾട്ട്. അക്രമം കാണിച്ചു മനുഷ്യൻ, അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്ത് നീതിമാനായ ദൈവം ശപിച്ചു, ഭൂമിയെ ശപിച്ചു. അതിൻ്റെ ഫലം രോഗം. ഐസയ 59:2 എസെക്കിയേൽ പ്രവചനം 18:4 18-20 വചനങ്ങളിൽ, റോമർക്ക് എഴുതിയ ലേഖനം 7-11 സദൃശവാക്യം 5-22, ജെറേമിയ 5:25, ഉൽപ്പത്തി 4:7, പുറപ്പാട് പുസ്തകം 20:5 ചെയ്ത പാപം ദൈവവുമായി ശത്രുത കൊണ്ടുവരും. God becomes your enemy. ദൈവം നാം ചെയ്ത അക്രമം മുഖാന്തരം നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സ്വന്തം പിതാ, നമ്മുടെ ശത്രുവായി തീർന്ന്. ഐസയ 59:2 പ്രകാരം, എസെക്കിയേൽ 18-4-20 വചനങ്ങൾ പ്രകാരം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പാപം ചെയ്യുന്ന മനുഷ്യന്റെ ദേഹി ചാകും. റോമർ 7:11 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചെയ്ത പാപം നിന്നെ ചതിക്കും, ചെയ്ത പാപം നിന്നെ കൊല്ലും. നീയും നിന്റെ തലമുറയും 4 തലമുറകൾ നന്മ കാണത്തില്ല. പാപം ചെയ്തവൻ്റെ 4 തലമുറ. പുറപ്പാട് 20:5, ജെറേമിയ 5-25 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 4:7 പ്രകാരം 4 തലമുറകൾ ദൈവം നന്മയ്ക്ക് തടസ്സമുണ്ടാക്കും. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ പാപം, അക്രമം തരുന്ന സമ്മാനം, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന രോഗം. എല്ലാ രോഗങ്ങളും പാപം കൊണ്ടല്ല, പക്ഷെ പാപം ചെയ്യുന്ന പാപം രോഗം കൊണ്ടുവരും. ഒന്നാമത് മീഖ പ്രവചനം 6-13 ശ്രദ്ധിപ്പിൻ. മീഖ പ്രവചനം 6:13, ആകയാൽ ദൈവം അരുളി ചെയ്യുന്ന, ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. ഇംഗ്ലീഷ് വെർഷൻ അല്പം മനോഹരമാണ്. ഇംഗ്ലീഷ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്, therefore also will I make you sick, I will make you sick because of your sin. I will make you sick because of your sin. നിന്റെ പാപം നിമിത്തം ദൈവം അരുളി ചെയ്യുന്ന, നിന്നെ തണ്ടിപ്പിച്ച് ഞാൻ നിന്നെ രോഗിയാക്കും. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വചനം എന്താണ് രോഗം? മീഖ പ്രവചനം 6:13 നാം ഇപ്പോൾ ധ്യാനിച്ചത്.
പാപം മുഖാന്തരം, അക്രമം മുഖാന്തരം, അന്യായം മുഖാന്തരം, നീ ചെയ്തു കൂട്ടിയ പാപം മുഖാന്തരം നീ രോഗിയായി തീരും. ആ രോഗത്തിൻ്റെ കാഠിന്യം അടുത്ത വചനത്തിൽ പ്രവാചകൻ എഴുതുന്നു. മീഖാ 6:14 നീ ഭക്ഷിക്കും, തൃപ്തി വരത്തില്ല. ആമേൻ. അതാണ് രോഗം. ഇന്ന് ഭൂമിയെ, ഭൂതലത്തെ സർവ മനുഷ്യരെയും പിടിച്ച് അലച്ച് തകർക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പ്രമേഹം. ഹാർട്ട് അറ്റാക്ക് അല്ല കാഠിന്യമുള്ളത്, ക്യാൻസറല്ല കാഠിന്യമുള്ളത്, ലങ് ക്യാൻസറല്ല കാഠിന്യമുള്ളത്, ഷുഗർ രോഗം. നീ എത്ര തിന്നാലും, മീഖാ പ്രവാചകൻ എഴുതുന്ന 6:14 വചനത്തിൽ, നീ എത്ര തിന്നാലും നിനക്ക് തൃപ്തി കാണുകയില്ല. നീ എത്ര ഭക്ഷിച്ചാലും നിന്റെ വിശപ്പ് അടങ്ങുകയേയില്ല. മീഖാ 6:14. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ജാമട്രി ബോക്സ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പെൻസിൽ ബോക്സ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടിഫൻ ബോക്സ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇതിനോടൊപ്പം കൊണ്ടുപോകുന്നത് ഇൻസുലിൻ ബോക്സ്. ഇൻസുലിൻ ബോക്സ് നാം അന്ത്യത്തോട് അടുത്തിരിക്കുന്നു. എത്ര തിന്നാലും തൃപ്തി വരികയില്ല. രോഗം മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം. ഈ വ്യാധിക്ക് കാരണം മീഖാ പ്രവാചകൻ എഴുതുന്ന, നിന്റെ അക്രമം, നിന്റെ അന്യായം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ അനേക രോഗികൾ, മുടന്തർ, കുരുടർ, കുഷ്ഠരോഗികൾ, നടക്കാൻ കഴിയാത്തവർ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു ഭയങ്കര വചനം അവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ, God saw one single man. ജെറുസലേമിൽ ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത് കപ്പർനഹൂമിൽ ഇരുന്ന യേശു, ഇവിടെ ഒരുവൻ 38 ആണ്ടുകളായി, എനിക്ക് ഇന്ന് സൗഖ്യം കിട്ടുമോ? When angel all the way from heaven comes down and distills the water, I may be healed even today. ദൂതൻ വന്ന് വെള്ളത്തെ കലക്കുമ്പോൾ ഞാൻ ചാടും, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് കരഞ്ഞ് കരഞ്ഞ് 4 പതിറ്റാണ്ടുകൾ സഹായിക്കുവാൻ ആരുമില്ലാതെ കിടന്ന് നിലവിളിക്കുന്ന ഒരുത്തന് യേശു കണ്ട്. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 5:6. ജീസസ് saw him. സഹോദരി, സഹോദര, നിന്റെ കഷ്ടത, നിന്റെ കണ്ണുനീർ, നീ ചുമന്നു കൊണ്ടുവന്ന രോഗം നിന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, നിന്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ, നിന്റെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും അറിഞ്ഞുകൂടാ. നിന്നെ കാണുന്ന കണ്ണുകൾ സ്വർഗത്തിലുണ്ട്. നിന്നെ കാണുന്ന ഒരുവൻ ഉണ്ട്. പുറപ്പാട് പുസ്തകം 3:7 430 ആണ്ടുകൾ തൻ്റെ ജനം കഷ്ടപ്പെടുന്നത് ഈ ദൈവം കണ്ട്. പുറപ്പാട് 3:7. മരുഭൂമിയിൽ തൻ്റെ സന്താനം ഇസ്മവേൽ, ഹാഗർ. ഉൽപ്പത്തി പുസ്തകം 16:13 കുറുങ്കാട്ടിൽ ഇട്ടുകൊണ്ട് അവൻ്റെ മരണം കാണാൻ എനിക്ക് കഴിയരുതേ എന്നുള്ള നിലവിളിയോട്
ആ ദൈവത്തെ ഞാൻ ഇന്ന് കാണുന്നു. അവളെ കണ്ട കർത്താവ് 430 ആണ്ടുകാലം ഈജിപ്തിൻ്റെ അടിമ ചങ്ങലയിൽ നിലവിളിച്ച തൻ്റെ ജനത്തെ കണ്ട കർത്താവിൻ്റെ കണ്ണുകൾ, ഏകദേശം 4 പതിറ്റാണ്ട് സൗഖ്യത്തിനായി കാത്തുകിടന്ന ഈ മുടന്തന് കണ്ട കർത്താവിൻ്റെ കണ്ണുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 7:55 യേശു എന്നുള്ള നാമം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം മത ഭ്രാന്തന്മാർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസ വീരൻ ദൈവ കൃപയിൽ, ബലത്തിൽ, പരിജ്ഞാനത്തിൽ, പരിശുദ്ധാത്മാവിൽ, വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന് സ്റ്റീഫാനോസിനെ കല്ലെടുത്തെറിയുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്തിൽ ഇരുന്ന യേശു ഇവൻ്റെ അവസ്ഥ കണ്ട് യേശു എഴുന്നേറ്റ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്റ്റീഫാനോസിനെ കണ്ടവൻ, ഹാഗറുടെ കണ്ണുനീർ കണ്ടവൻ, 6 ലക്ഷം ഇസ്രായേൽ പുരുഷന്മാരുടെ കഷ്ടത കണ്ടവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 21:30 സുവിശേഷം അറിയിച്ച പൗലോസിന് പള്ളിക്കകത്ത്, ആലയത്തിനകത്തിട്ട് ഇழுത്ത് മുൻവാതിൽ തുറന്ന് പുറത്താക്കി നന്നാ അടിച്ചു, പട്ടാളം ഇടപെടുന്നത് വരെ അടിച്ചു, ഉപദ്രവപ്പെടുത്തി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 23:11 സ്വർഗം തുറന്ന് കർത്താവിൻ്റെ അവൻ്റെ അടുക്കൽ ഇറങ്ങി. ഇത് അവൻ കണ്ട്, ദൈവം കണ്ട്, പൗലോസേ ധൈര്യമായിരിക്കുക, ഞാനിത് കണ്ടിരിക്കുന്നു, ഞാനിത് കണ്ട്, നീ കഷ്ടത സഹിച്ചത് ഞാൻ കണ്ട്, സുവിശേഷത്തിന് വേണ്ടി നീ അടിപെട്ടത് ഞാൻ കണ്ട്, നീ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിരിക്കുക. തെരുവിൽ കിടന്ന കുരുടൻ, അവൻ യേശുവിനെ കണ്ടില്ല, പക്ഷെ യേശു അവനെ കണ്ട്. ആമേൻ. He could not see Jesus, but Jesus saw him. അവനെ സൗഖ്യമാക്കി. യേശു കുരുടനെ കണ്ട് അവന് കാഴ്ച നൽകി. നാസറേത്ത് പള്ളിയിൽ എത്തിച്ചേർന്ന യേശു സബത്ത് നാളിൽ the church was overpacked. നമ്മുടെ കണ്ണുകൾ വണ്ണമും മുണ്ണമും കളറും പൊക്കമും ഉള്ള ആളുകളെ കാണും. യേശുവിൻ്റെ കണ്ണുകൾ കണ്ടതോ കൂനിയിരുന്ന സ്ത്രീ, കൂനിയിരുന്ന സ്ത്രീ, ജീസസ് സാഗർ. യേശു അവളെ കണ്ട്, അവൻ്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 5:8-9 ഏ മനുഷ്യ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ആമേൻ, ഹല്ലേലൂയ. You are no more a sick man. Rise up and walk. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി, ആമേൻ, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഉടനെ മുടന്തൻ സൗഖ്യമായി അവൻ കിടക്കയെടുത്ത് നടന്നു. The happening does not end there. ഇവിടെ നിൽക്കുന്നില്ല കാര്യം. ചാപ്റ്റർ അവിടെ നിൽക്കുന്നില്ല. നാളുകൾ കഴിഞ്ഞ് സന്തോഷ വാർത്ത നമുക്ക് ഉണ്ട്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 5:14 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സൗഖ്യം പ്രാപിച്ച ഈ പഴയ മുടന്തന് അനന്തരം യേശു ദേവാലയത്തിൽ വെച്ച് കണ്ട്. ആമേൻ. സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യന് യേശു
കള്ളുക്കടയിൽ വെച്ചല്ല കണ്ടത്, മന്ത്രവാദിയുടെ അടുക്കലല്ല കണ്ടത്, കുരിശുമലയിലല്ല കണ്ടത്, ഗുരുവായൂരിൽ വെച്ചല്ല കണ്ടത്. അവൻ ശരിക്കും ദൈവസന്നിധിയിൽ വെച്ച് യേശു അവനെ കണ്ട് അവന് പറയുവാൻ ഒരു വർത്തമാനം യേശുവിനുണ്ട്. നോക്ക്, യോഹന്നാൻ 5:14 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന. നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായിട്ട് ഭവിക്കാതിരുപ്പാൻ ഇനി പാപം നീ ചെയ്യരുത്. ഇപ്പം മനസ്സിലായി. അവൻ രോഗിയായി 38 ആണ്ടുകാലം കിടന്നത് അവൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, അവൻ ചെയ്ത അക്രമം കൊണ്ടാണ്. ഇനി ഇതുപോലെ ഒരു തിന്മ നിന്റെ ജീവിതത്തിൽ വരാതിരുപ്പാൻ മകനെ നോക്ക്, ഇനി പാപം ചെയ്യരുത്. ആമേൻ. സ്പഷ്ടം അവൻ്റെ പാപം ഇവൻ്റെ ജീവിതത്തിൽ ദീനം കൊണ്ടുവന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതുന്ന 38:3 എൻ്റെ പാപം എന്നെ രോഗിയാക്കി, എൻ്റെ പാപം, ഞാൻ ചെയ്ത അക്രമം. 38:3 എൻ്റെ പാപം കേടുവായി, എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ഏത് അസ്ഥി കൊണ്ട് ഞാൻ അക്രമം കാണിച്ചോ, ഏത് അസ്ഥിയുടെ ബലം കൊണ്ട് ഞാൻ പാപം ചെയ്തുവോ, ദാവീദിന്റെ ഉള്ളിനെ ദൈവാത്മാവ് ഉണർത്തുന്നു. എൻ്റെ പാപം കേടുവായി, എൻ്റെ അസ്ഥികളിൽ എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ട്. പാപം രോഗം കൊണ്ടുവരും. ആകയാൽ വ്യക്തി ജീവിതങ്ങളെ മടങ്ങിപ്പോകുമ്പോൾ പഴയ മനുഷ്യനായല്ല, പുതു മനുഷ്യനായി നീ മടങ്ങിപ്പോകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ക്യാൻസർ മുളകൾ തെറിക്കും, ബ്ലഡ് ക്യാൻസറുകൾ മാറും, ആത്മഹത്യ ചിന്ത നിന്റെ ജീവിതം വിട്ട് ഓടും. ഒരു പുതിയ തെമ്പും ബലമും സൗഖ്യമും ദൈവം തന്നു തന്നെ അയക്കും. മാനസാന്തരപ്പെടാഞ്ഞാൽ, മടങ്ങി ദൈവസന്നിധിയിൽ നാം വരാഞ്ഞാൽ, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നമ്പർ 1 സഭാപ്രസംഗി 10:6 നമ്മ പഠിപ്പിക്കുന്ന, നിന്റെ മുകളിൽ ഇരുന്ന് നിന്നെ ഭരിക്കുന്നത് നമ്പർ 1 മൂടനായിരിക്കും. ആമേൻ. വായിച്ചു നോക്കുക ബൈബിളിൽ. സഭാപ്രസംഗി 10:6. മൂടന്മാർ, അത് രാഷ്ട്രീയമോ മതമോ സംഘടനയോ, മൂടന്മാർ നിനക്ക് മുകളിൽ ശ്രേഷ്ഠ പദവികളിൽ വരും. നിന്നെ ഭരിക്കുന്നത്, നിന്നെ നയിക്കുന്നത് നമ്പർ 1 മൂടനായിരിക്കും. നമ്പർ 1 നീ മാനസാന്തരപ്പെടാഞ്ഞാൽ. 2 നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാഞ്ഞാൽ, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 രാജാക്കന്മാർ 17:25 നീ പാർക്കേണ്ട ഭൂമി പുലിയും കടുവയും വന്ന് പാർക്കും. 2 രാജാക്കന്മാർ 17:25 നീ മാനസാന്തരപ്പെടാഞ്ഞാൽ, നീ ദൈവത്തെ ഭയപ്പെടാഞ്ഞാൽ, നീ നേരാകാതിരുന്നാൽ, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 3 ജെറമ്യ 5:17 അന്യൻ വന്ന് നിന്റെ മക്കൾക്ക് വച്ചിരിക്കുന്ന സമ്പാദ്യം അല്ലെങ്കിൽ വിളവ് അന്യൻ വന്ന് ഭക്ഷിക്കും. ക്രൂരം. നിന്റെ തലമുറയ്ക്ക് നീ കരുതി വച്ചിരിക്കുന്ന വിളവ് അന്യൻ അടിച്ചുകൊണ്ടു പോകും. ജെറമ്യ 5:17 നീ നേരാകാതിരുന്നാൽ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ, ആവർത്തനം
28:38 വചനത്തിൻ പ്രകാരം, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-ാം വചനത്തിൻ പ്രകാരം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കൊള്ളനോയ് അഥവാ മഹാമാരി. മഹാമാരി എന്നുള്ള മലയാള വാക്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പെൻഡാമിക് എന്നല്ല, എപ്പിഡാമിക്. ലോകം സമ്പൂർണമായി കൊള്ളവ്യാധി കൈയടക്കം. ഒരു പ്രദേശത്തിലല്ല, ലോകം എമ്പാടും. ഇതൊക്കെ നാം നമ്മെ ചുറ്റും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭൂമിയിൽ നാം കണ്ടതാണ്. 5ാമത് ഒരു ദുരന്തമുണ്ട്. നേരാകാതിരുന്നാൽ നമുക്ക് കിട്ടുന്ന സന്മാനം വ്യാധി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീഡവുമവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീഡവുമവൻ. നല്ല വൈദ്യനോ ദിവ്യ ഔഷധവും എൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനോ. നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? വേദപുസ്തകം അവരുടെ സീറ്റിൽ വെച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ യുദ്ധം ചെയ്യുവാൻ പോകുന്നു. കേട്ട വചനം മറക്കരുത്, കേട്ട വചനം മറക്കരുത്. മീഖാ പ്രവാചകൻ എഴുതുന്നു, നീ ചെയ്ത അക്രമം നിന്റെ ജീവിതത്തിൽ ഉയർച്ചയല്ല, ദീനം കൊണ്ടുവരും, ദീനം കൊണ്ടുവരും. ഏറ്റുപറയുക. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ കരയുമോ? 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 യേശുവേ, എനിക്ക് സൗഖ്യം തരണമേ. യേശുവേ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. യേശുവേ, എന്നെ വിട്ട് കടന്നു പോകരുതേ, കടന്നു പോകരുതേ, എന്നെ വിട്ട് കടന്നു പോകരുതേ രാജാ. കരയുക, കരയുക, കരയുക. ആസ്പത്രിയിൽ ഡോക്ടർ ടെസ്റ്റ് ആഫ്റ്റർ ടെസ്റ്റ് നടത്തിയിട്ട് സാക്ഷീകരിക്കുന്നു, നിങ്ങളുടെ ഗർഭത്തിൽ ഒരു കേടുപാടുമില്ല, ഒരു കുറവുമില്ല. ഞാൻ മക്കളില്ലാത്തവൻ, ഞാൻ മക്കളില്ലാത്തവൻ, ഞാൻ മലടൻ, ഞാൻ നിന്ദ വഹിച്ചതും ചുമന്നതും മതി. എനിക്കൊരു സൗഖ്യം തരണമേ, എനിക്കൊരു സൗഖ്യം തരണമേ. God heals, Jesus touches and heals your womb. മക്കളില്ലാതെ നെടുങ്കാലം നെടുവീർപ്പോട് കരയുന്ന സഹോദരിമാര്, കുടുംബങ്ങള്, സഹോദരന്മാര്, കർത്താവിന്റെ കനിവ് നിറഞ്ഞ കരം ഇപ്പോൾ തൊടുന്നു. ആബ്രഹാമിനെ തൊട്ടവൻ, ഇസ്ഹാക്കിനെ തൊട്ടവൻ, റബേക്കയെ തൊട്ടവൻ, ഹന്നയെ തൊട്ട ദൈവം. ഓ ടി 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 ടി. ഗർഭങ്ങളിൽ ജീവൻ ഇറങ്ങുന്ന, ജീവരഹിത ഗർഭങ്ങളിൽ ജീവൻ ഇറങ്ങുന്ന കർത്താവിൻ്റെ കരം തൊടുന്ന്, തൊടുന്ന് ഒരത്ഭുതം ചെയ്യുന്നതിനായി നന്ദി, നന്ദി അപ്പ, നന്ദി ദൈവമേ, നന്ദി, 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 നന്ദി. ആമേൻ. തലയോട് മാറ്റണമെന്ന് വിധി എഴുതപ്പെട്ട വ്യക്തി ആർ? ആമേൻ.
സ്കൽ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സ നടത്തണമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതപ്പെട്ട ഒരു വ്യക്തിയെ നിന്നെ നിർമ്മിച്ച യേശുവിന്റെ കരം നിങ്ങളുടെ ശിരസിനെ യേശു ഇപ്പോൾ തൊടുന്നേ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. ഒരു വെപ്രാളം മാന്ത്രിക മുഖാന്തരം അനുഭവിക്കുന്ന വെപ്രാളം പല ആളുകളുടെ ഉള്ളിനെ വിട്ട് ഓടുന്നതാ. ഓ, ചില ആളുകളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന സർപ്പം, പാമ്പ്, ഓ യേശുവിൻ നാമത്തിൽ ജയം. ഒരു നാളിക ഉറങ്ങിയിട്ടില്ല ബ്രദർ. ഒരു നാളിക ഞാൻ ഉറങ്ങുന്നില്ല ബ്രദർ. ഉറക്കം നഷ്ടപ്പെട്ട് ചൂട് പിടിച്ച് തലച്ചോറിന് ചൂട് പിടിച്ച് നിലവിളിക്കുന്ന ചില വ്യക്തികളെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി തൊട്ട് വിടുതൽ ഇപ്പോൾ നൽകി കഴിഞ്ഞ്. മാറ് എടുത്തു മാറ്റണമെന്ന് വിധി എഴുതപ്പെട്ട ഒരു യുവതിയെ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ ഇറങ്ങി തൊടുന്നത് ഞാൻ കണ്ട്. നോ 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 സർജറി സിസ്റ്റർ, നോ സർജറി. നന്ദി 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 യേശുവേ. ഹീലിംഗ് പവർ ഒരു വ്യക്തിയിലല്ല, ചില വ്യക്തികളിലല്ല. ഈ പരിസരം പൂർണ്ണമായി യേശുവിൻ്റെ സഭയ്ക്ക് നൽകുന്ന തണൽ വ്യാപരിക്കുന്ന. ഓ, ടേക്ക് യുവർ ഹീലിംഗ്, ടേക്ക് യുവർ ഹീലിംഗ്, ടേക്ക് യുവർ ഹീലിംഗ്, ടേക്ക് യുവർ പവർ ഓഫ് ഹീലിംഗ്. നന്ദി 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 യേശുവേ. തൻ്റെ കരുണ എത്രയോ വിശിഷ്ട, തൻ സ്നേഹ ആശ്ചര്യമേ. തൻ്റെ കരുണ എത്രയോ വിശിഷ്ട, തൻ സ്നേഹ ആശ്ചര്യമേ. ലംഘനങ്ങളോ എന്നകൃത്യങ്ങളുമെല്ലാം തന്റെ സ്നേഹത്താ. ലംഘനങ്ങളോ റബ ലഞ്ജന ശാലദ റഗാലദ. ആമേൻ. കെട്ടുകൾ പൊട്ടുന്നു, മുളകൾ മാറുന്നു, ചങ്ങലകൾ പൊട്ടുന്നു. ഓ ആമേൻ ആമേൻ. അഗ്നി 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 അഗ്നി. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. അടിക്കടി ബോധം കെട്ട് വീഴുന്ന ചില വ്യക്തികള് നിന്നെ ഭരിക്കുന്ന ഇരുളിന്റെ കരത്തെ കർത്താവ് നിർമൂലമാക്കി നിന്റെ ഉള്ളിലെ വെളിച്ചം വീശുന്നതാ. പവർ 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 പവർ. ദൈവശക്തി 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 ദൈവശക്തി. നന്ദി 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 നന്ദി. ഇരിക്കാം. ദൈവസന്നിധിയിൽ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ രണ്ട് കരം ഉയർത്തി കൈകളെ തട്ടി. രണ്ടാമത് സദൃശവാക്യം 15:32. പ്രബോധനം ത്യജിക്കുന്നവൻ തൻ്റെ പ്രാണന് നിരസിക്കുന്നു. അവിടെയും ഇംഗ്ലീഷ് വചനം മനോഹരം. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന refuses instruction, despises his own soul. നിയമ ലംഘനം, വചന ലംഘനം, ദൈവ അരുളപ്പാട്, നിയമ ലംഘനം നിന്റെ ജീവിതത്തിൽ രോഗം കൊണ്ടുവരും.
ആമേൻ. ദൈവം രാജാവാണ്. ഇത് ഒരു രാജ്യമാണ്, ആത്മീയ രാജ്യം, വെളിച്ചത്തിൻ്റെ രാജ്യം, സത്യത്തിൻ്റെ രാജ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ ചട്ടമുണ്ട്. ചട്ടം ലംഘിക്കരുത്. ഇഫ് യു ബ്രേക്ക് ഗാഡ്സ് ലോ, യു ആർ ബ്രേക്കിംഗ് യുവർ ഓൺ ഹെൽത്ത്. ചട്ടം ലംഘിക്കരുത്. ദിവ്യ ലംഘനം, ദിവ്യ ആലോചനയുടെ ലംഘനം, ദിവ്യ ചട്ടത്തിൻ്റെ ലംഘനം മുഖാന്തരം നീ രോഗിയായിത്തീരും. ആമേൻ. Therefore let us not break God's law. ദൈവം നമ്മുടെ മുമ്പിൽ ചട്ടം വച്ചിട്ടുണ്ട്. അധ്വാനം, ഭക്ഷണം, വിശ്രാമം, ഇന്നും പല ഉണ്ട്. തൽക്കാലം ഈ മൂന്നും അല്പം ധ്യാനിക്കാം. അധ്വാനം, അധ്വാനത്തിൽ ക്രമം വേണം. അധ്വാനിക്കണം, അധ്വാനത്തിൽ ക്രമം വേണം. ഭക്ഷണത്തിലും ക്രമം ലംഘിക്കരുത്, ക്രമം വേണം, അല്ലെങ്കിൽ ദീനം പിടിച്ച് ചാകും. അധ്വാനം, ഭക്ഷണം, വിശ്രാമം. നിങ്ങൾക്കറിയാമോ, അന്ന് ഉണ്ടായിരുന്നത് ആദാമും ഹവ്വയും, രണ്ട് ആളുകൾ. ദ ഹോൾ യൂണിവേഴ്സ്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചം പൂർണ്ണമായി ആദാമിൻ്റെ കയ്യിൽ. എങ്കിലും ആദാമേ, നീ സുഖിച്ച് ഉറങ്ങി ജീവിച്ചോ എന്ന് ദൈവം കൽപ്പിച്ചില്ല. ആദാമേ, ഉൽപ്പത്തി 2:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ നിനക്ക് തന്നിരിക്കുന്ന തോട്ടത്തിൽ നീ വേല ചെയ്യണം. കൈകളെ തട്ടി, അല്ലെങ്കിൽ ദീനം പിടിക്കും. നിന്നെ കൊണ്ട് കഴിയുന്ന അധ്വാനം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവ ഭൂമിയുടെയും സർവ സമ്പത്തും ആദാമിനും ഹവ്വയ്ക്കും അനുഭവിപ്പാൻ ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടെങ്കിലും കൈയും കെട്ടിക്കിടന്ന് നീ സുഖിക്കരുത്. കൈ കൊണ്ട് നീ അധ്വാനിക്കണം. അത് ചട്ടം, ദൈവത്തിൻ്റെ ചട്ടം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതേ ദൈവവചനം പൗലോസ് മുഖാന്തരം അല്പം കൂടെ സ്ട്രിക്റ്റായി 2 ദശലോക്യ 3-ാം അധ്യായം 10-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വേല ചെയ്യുവാൻ മനസ്സ് ഇല്ലാത്തവൻ തിന്നരുത്. സെർച്ച് യുവർ ബൈബിൾ. ബൈബിൾ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ ആ വചനമുണ്ട്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നരുത്. അധ്വാനിക്കാതിരുന്നാൽ, അധ്വാനത്തിൽ ഒരു ക്രമം ഇല്ലാതിരുന്നാൽ ബൈബിൾ നമ്മെ കണിശമായി കണ്ടിപ്പായി പഠിപ്പിക്കുന്ന നീ രോഗിയായിത്തീരും. രണ്ടാമത് ഭക്ഷണകാര്യം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 78:18 ബൈബിൾ എടുത്ത് വരയ്ക്കണം. എല്ലാവരും താളുകൾ മറിയണം. സങ്കീർത്തനം 78:18 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കൊതിക്ക് ഭക്ഷിക്കരുത്, നീ വിശപ്പിന് ഭക്ഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. കൊതിക്ക് നീ ഭക്ഷിക്കരുത്, തട്ടിവിടരുത്. വിശപ്പ് വന്നാൽ ഭക്ഷിക്കണം, എന്നാൽ രോഗം നിന്നെ പിടിക്കുകയേയില്ല. സങ്കീർത്തനം 78:18 നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത് വിശപ്പിന് ഭക്ഷിക്കണം. സഭപ്രസംഗി 10:17 നീ രണ്ടാമത് ബലത്തിന് ഭക്ഷിക്കണം, മദ്യപാനത്തിന് ഭക്ഷിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. 2 വചനവും ചുരുക്കി ഗ്രഹിച്ചാൽ സങ്കീർത്തനം 78:18 സഭപ്രസംഗി 10:17 വചനത്തില്
വിശപ്പിനും ബലത്തിനും നീ ആഹാരം ഭക്ഷിക്കണം, കൊതിക്കും മദ്യപാനത്തിനും നീ ഭക്ഷിക്കരുതേ. ആമേൻ. സന്തോഷം വരുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് വിശ്രാമത്തിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ യേശു കർത്താവ് വെളിപ്പെടുത്തും. സങ്കീർത്തനം 104, 20, 21, 22, 23 വചനങ്ങളിൽ ഒന്ന്, സൂര്യൻ അസ്തമിക്കുമ്പോൾ, രണ്ട്, സൂര്യൻ ഉദിക്കുമ്പോൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ ചെയ്യേണ്ടത്, സൂര്യൻ ഉദിക്കുമ്പോൾ നീ ചെയ്യേണ്ടത്, ദൈവം തന്നിരിക്കുന്ന ചട്ടം അത് ലംഘിക്കരുത്. ലംഘിച്ചാൽ ദീനം കൊണ്ട് നീയും ഞാനും മരിക്കേണ്ടി വരും. ഒന്ന്, സൂര്യൻ അസ്തമിക്കുമ്പോൾ. സങ്കീർത്തനം 104:20 ദൈവമേ അങ്ങ് ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു, ഒക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഇരുട്ട് വരുത്തുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരുത്തുന്നു, അപ്പോൾ മൃഗം സഞ്ചരിക്കുന്നു. മനുഷ്യ, നീ സഞ്ചരിക്കരുത്. നിനക്ക് വിശ്രാമം വേണം. അധ്വാനിക്കുന്നവന് വിശ്രമിക്കുവാൻ വേണ്ടി ദൈവം സൂര്യനെ നിർമ്മിച്ചു, അത് അസ്തമിക്കുന്നു. അധ്വാനിക്കുന്നവന് വിശ്രമം. മർക്കോസ് സുവിശേഷം 6:31 യേശുവും ശിഷ്യന്മാരും രാപ്പകൽ അധ്വാനിച്ചു. രാപ്പകൽ. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷിപ്പാൻ പോലും കഴിയാതെ കഠിനമായി അവർ അധ്വാനിച്ചു. ഭക്ഷിപ്പാനോ റെസ്റ്റ് എടുപ്പാനോ അല്പം ആശ്വസിപ്പാനോ സമയം ഇല്ലായകയാൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ, അല്പം റെസ്റ്റ് എടുത്തുകൊള്ളുവീൻ. കാരണം നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്നവനാണ് റെസ്റ്റ്. ആമേൻ, ആമേൻ. എന്നാൽ ദീനം അടുക്കുകയില്ല. രണ്ടാമത്, സൂര്യൻ ഉദിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ അവ കാട്ടുമൃഗങ്ങൾ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു, അത് വിശ്രമിക്കുന്നു. അത് വിശ്രമിക്കുമ്പോൾ മനുഷ്യ, നീ അധ്വാനിക്കുവാൻ പുറപ്പെടണം. അതാണ് വചനത്തിൻ്റെ അർത്ഥം. ആമേൻ. 23-ാം വചനം, സങ്കീർത്തനം 104:23 മൃഗം കൂട്ടുകളിൽ ചെന്ന് ഗുഹകളിൽ ചെന്ന് അധ്വാനിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു. അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ, അതിരാവിലെ, the dawn of the day, the dawn of the day, ആ ദിവസം തുടങ്ങുന്ന നാളികയിൽ മനുഷ്യ, നീ ജോലിക്ക് പുറപ്പെടണം, അധ്വാനിക്കുവാൻ പുറപ്പെടണം. സൂര്യൻ ഉദിക്കുമ്പോൾ നീ അധ്വാനിക്കാൻ പുറപ്പെടണമെങ്കിൽ നീ നിന്റെ കിടക്ക വിട്ട് ഉണരേണ്ടത് അതിരാവിലെ. ദീനം വരത്തില്ല, ദീനം വരത്തില്ല. കൈകളെ തട്ടി ആമേൻ. സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ ജോലിക്ക് പുറപ്പെടണം. എങ്കിൽ അവൻ ഉണരേണ്ടത്, കിടക്ക വിട്ട് ഉണരേണ്ടത് അതിരാവിലെ. ഉൽപ്പത്തി 22:3 ദൈവത്തിൻ്റെ സ്നേഹിതൻ ആബ്രഹാം അതിരാവിലെ ഉണർന്ന്. ഉൽപ്പത്തി 22:18
പ്രാർത്ഥനാ വീരൻ യാക്കോബ് ഉൽപ്പത്തി 22:18 അതിരാവിലെ ഉഷസ്സിൽ അതിരാവിലെ യാക്കോബ് ഉണർന്നു. 1 സാമുവേൽ 17:20 സങ്കീർത്തനം 5:3 ദൈവഭക്തൻ ദാവീദ് അതിരാവിലെ ഉണർന്ന് ദൈവത്തിനായി അവൻ തന്നെ ഒരുക്കി കാത്തിരുന്ന്. ആമേൻ, ഹല്ലേലൂയ. ആബ്രഹാം അതിരാവിലെ ഉണർന്ന്, ഭക്തൻ യാക്കോബ് ഉഷസ്സിൽ അതിരാവിലെ ഉണർന്ന്, ദാവീദ് ഇടയച്ചെറുക്കൻ ദാവീദ് 1 രാജാക്കന്മാർ 7:20 സങ്കീർത്തനം 5:3 അതിരാവിലെ ഉണർന്ന്, ദേവഭക്തൻ എസ്രാ ശാസ്ത്രി സങ്കീർത്തനം 119 147 എസ്രാ ഭക്തനും അതിരാവിലെ ഉണർന്ന്, യോബ് 1:5 നീതിമാൻ യോബ് അതിരാവിലെ ഉണർന്ന് അവൻ പ്രാർത്ഥിച്ചു. പുറപ്പാട് പുസ്തകം 16:21 തൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ ജനത്തോട് കണ്ടിപ്പായി ദൈവം പഠിപ്പിച്ച ഒരു കൽപ്പന അവിടെ ഉണ്ട്. നീ അതിരാവിലെ ഉണരണം മക്കളെ. പുറപ്പാട് 16:21 ഉണർന്നില്ല എങ്കിൽ, അതിരാവിലെ ഉണർന്നില്ല എങ്കിൽ അന്നത്തെ ആഹാരം മന്ന നിനക്ക് കിട്ടത്തില്ല, അത് വെള്ളത്തിലാകും. ആമേൻ. അതേ ഉപദേശമാണ് ആദ്യമ നൂറ്റാണ്ട് സഭയോടും ദൈവം അരുളി ചെയ്യുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 21-ാം വചനത്തിൽ ആദ്യമ നൂറ്റാണ്ട് സഭ ആലയത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾപ്പാൻ കൂടി വന്നത് നട്ടുച്ചയ്ക്കല്ല, അതിരാവിലെ. മലയാള ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുലർച്ചയ്ക്ക്. ആമേൻ. അതിരാവിലെ, അതിരാവിലെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അച്ചാണി നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവൻ, ക്ഷീണമുണ്ട്, രാവിലെ കിടന്ന് ഉറങ്ങിയില്ല. സുവിശേഷം നമ്മ പഠിപ്പിക്കുന്ന മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനത്തിൽ നന്നായി ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ യേശു ഉണർന്ന്. ഇത് ക്രമമാണ്. ആമേൻ. വരുന്നില്ല, ശബ്ദം വരുന്നില്ല. ഇത് ക്രമമാണ്. അതിന് പൗലോസ് എഴുതി വെച്ച ഒരു വാക്ക് ഡിസിപ്ലിൻ. 1 കൊരിന്ത്യർ 9:27 ഐ ഡിസിപ്ലിൻ മൈ ബോഡി, ഐ ഡിസിപ്ലിൻ മൈ ബോഡി. എൻ്റെ ശരീരത്തെ ഞാൻ ക്രമപ്പെടുത്തുന്നു. തമിഴ് വേദാഗമം சொல்லுகிறது, என் சரீரத்தை ஒடுக்கி பவுலடிகளார் சொல்லுகிறார், நான் கீழ்ப்படுத்தினேன். ஐ டிசிப்ளின்டு. ஆமென், ஆமென். என்ற சரீரத்தை ராவிலே உணர்த்தி நான் கீழ்ப்படுத்தி. ஆமென், ஆமென். அல்லாதவன் மூடன். Fool will have to suffer. சங்கீர்த்தனம் 107:17 மூடன் கஷ்டப்படும், மூடன் கஷ்டப்படும். ஆகையால் அத்வானத்தில் ஒரு கிரமம், பட்சணத்தில் ஒரு கிரமம், விஸ்ராமத்தில் ஒரு கிரமம். நீ பார்க்கின்ற பாளையம் வீரனாம் தெய்வம் இறங்கி நடக்கின்றவனாகையால் நின்ற பாளையத்தில் ஒரு கிரமம், விசுத்தியுட கிரமம். ஆமென். தூத்து தொடச்சு விருத்தியா சூட்சிக்குவான் கடப்பட்டவரான. ஆமென், அல்லேலூயா. சத்ருகணம் ஒன்னாகவே செங்கடலில் முங்கிப்போ, சத்ருகணம்
ஒன்னாகவே செங்கடலில் முங்கிப்போர் வைரியுடைய எதிர்ப்புகள் பாலிக்கையில் இனிமே வைரியுடைய எதிர்ப்புகள் பாலிக்கையில் இனிமே ஜெயம் ஹல்லேலூயா ஜெயம் எப்போதும் ஜெயம் ஹல்லேலூயா ஜெயம் ஜெயம் எப்போதும் இயேசுராஜன் நாமத்தின் ஜெயம் ஜெயம் எப்போதும் இயேசுராஜன் நாமத்தின் ஜெயம் ஜெயம் எப்போதும். மூணாமது ஹோசியா 7ஆம் அத்தியாயம் 5ஆம் வசனத்தில் ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. മനസ്സിലാകുന്നില്ല അല്ലേ? മദ്യത്തിൻ്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കള്ളന്റെ ഉഷ്ണത്താൽ നിനക്ക് ദീനം പിടിക്കുന്നു. ഇപ്പം മനസ്സിലായി. കൈകളെ തട്ടി ആൽക്കഹോൾ, കുടി, മദ്യം, കള്ള്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നീ ദീനക്കാരനാകും, നീ രോഗം പിടിക്കും, നിന്റെ ജീവിതത്തിൽ മുറിവുണ്ടാകും. ഒറ്റ വചനം വായിച്ച് നമുക്ക് അടുത്ത സബ്ജക്റ്റിൽ കടന്നു പോകാം. സദൃശവാക്യം 20ആം അധ്യായം 1ആം വചനം. അതിലെ 4 കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. വീഞ്ഞ് പരിഹാസിയും. ആമേൻ. വാ തുറക്കണം. ഒരു സുടുസുടുപ്പുണ്ടാകട്ടെ. കള്ള് അകത്ത് പോയതുപോലെ ഒരു വിറുവിറുപ്പുണ്ടാകണം. ഹല്ലേലൂയ. മദ്യം പരിഹാസിയും. കള്ള് കുടിക്കുന്നവൻ, the Bible says, you become ridiculous, you become a mockery. കള്ള്, മദ്യം, പരിഹാസിയും. നീ സമൂഹത്തിൽ പരിഹാസിയായി മാറും, ക്ലൗണായി മാറും. മദ്യം പരിഹാസിയും. മദ്യം, അടുത്ത വചനം, കലഹക്കാരനും. യു ബിക്കം റേജ്. മദ്യം പരിഹാസിയും, മദ്യം കലഹക്കാരനും. അതിനാൽ അവൻ ചാഞ്ചാടി നടക്കുന്നു. ആർ ചാഞ്ചാടി നടക്കും? പ്രാന്തൻ ചാഞ്ചാടി ചാഞ്ചാടി നടക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യം സമൂഹത്തിലെ നിന്റെ ജീവിതത്തിൽ പരിഹാസം കൊണ്ടുവരും. നീ കലഹക്കാരനായി സമൂഹം നിന്നെ കരുതും. നീ ചാഞ്ചാടി ചാഞ്ചാടി നടക്കുമ്പോൾ ഉളമ്പാറയിൽ കിടക്കേണ്ടവൻ സമൂഹത്തിൽ ഭ്രാന്തനായി നടക്കുന്നു. യു ആർ എ മാഡ്. ആരും ഇങ്ങനെ നടക്കുന്നവൻ ആരും ജ്ഞാനിയാകുകയില്ല. അതിൻ്റെ അർത്ഥം നീയാണ് മൂഢൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കള്ളിൽ നിന്ന് വീടുകൾക്ക് മോചനം, മദ്യത്തിൽ നിന്ന് വ്യക്തികൾക്ക് മോചനം. കഴിഞ്ഞ 2ആം ശനിയാഴ്ച നാം പ്രാർത്ഥിച്ചത് അമ്മയുടെയും അപ്പൻ്റെയും ചൊല്ല് കേൾക്കാതെ ഇങ്ങനെ ചാടിപ്പോകുന്ന കുട്ടികളുടെ നേരാകാൻ വേണ്ടി നിലവിളിച്ചു. അനേക അനുജൻ അനിയത്തിമാരെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് റബ ലഞ്ചന ഷാലദം ധനദബ റക്കാലദം ധനദബ. ഹോശിയ പ്രവാചകൻ എഴുതുന്ന 4ആം അധ്യായം 11ആം വചനത്തിൽ മദ്യം നിന്റെ ബുദ്ധിയെ കെടുക്കും. ആമേൻ.
சரிசவாக்கியம் 23:32 மத்தியம் சர்ப்பம் போல நின்ன கடிக்கும், உள்ளில் போகுநடு வீഞ്ഞല്ല விஷமானே. മൂന്നാമത് ഒരു മർമ്മമുണ്ട്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഗലാത്യർ 5:21 1 കൊരിന്ത്യർ 6 10 വചനത്തിലെ മദ്യപിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. You will be shut down in hell eternally. നീ നരകത്തിൽ കിടന്ന് തീയിൽ കിടന്ന് വെന്ത് 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 ഒരു നാളും അക്രിയ തീരുകയില്ല. നിനക്ക് സ്വർഗരാജ്യത്തിൽ സ്ഥലമില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക US പട്ടാളത്തിൽ ഒരു വിധി ഉണ്ട്. ടച്ച് നോട്ട് ദ ലിക്വർ വയൻ ഓൺ യുവർ യൂണിഫോം. പട്ടാളക്കാരന് ഒരു വിധി അമേരിക്കയിലുണ്ട്. നിന്റെ പട്ടാള യൂണിഫോം ധരിച്ചിരിക്കുമ്പോൾ കള്ളിനെ തുടരുത്. നമുക്കൊരു യൂണിഫോം ഉണ്ട്. അത് പട്ടാളം തന്ന യൂണിഫോം അല്ല, സ്വർഗം തന്ന യൂണിഫോമാണ്. റോമാലേഖനം 13:14 ആ യൂണിഫോമിൻ്റെ പേര് പൗലോസ് എഴുതുന്നു, ജീസസ് ക്രൈസ്റ്റ്. നീ ധരിച്ചിരിക്കുന്നത് യേശുവിനെയാണ് എന്നുള്ള ഓർമ്മ വേണം. ഭൂമിയിലുള്ള മറ്റാളുകൾ നടക്കുന്നത് പോലെ നീയും ഞാനും നടക്കുവാൻ, ജീവിക്കുവാൻ, സഞ്ചരിക്കുവാൻ, ഇടപെടുവാൻ സ്വർഗം അനുവദിച്ചിട്ട് ഇല്ല. അമേരിക്കയിൽ പട്ടാളത്തിൽ ഒരു വിധി ഉള്ളതുപോൽ നീ പട്ടാള യൂണിഫോം ധരിച്ചിരിക്കുമ്പോൾ കള്ള് തുടരുത്. നീ ക്രിസ്തു എന്നുള്ള നാമം ധരിച്ചിരിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 13:14 കള്ള് തൊടുവാൻ സഹോദര നിനക്ക് അവകാശമില്ല. ഹോശിയ നന്നായി നമ്മ പഠിപ്പിക്കുന്നേ, കള്ള് ഉഷ്ണത്താൽ നിനക്ക് ദീനം പിടിക്കും. ആമേൻ, ആമേൻ. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഇരിക്കാം. നാലാമത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:30 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:30 ലേഖനം എഴുതിയ പൗലപ്പോസ്തലന്റെ ആത്മീയ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും ഫിലിപ്പിയ സഭയിലെ ദൈവത്തിൻ്റെ ദൂതനും പൗലോസിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെയും ശുശ്രൂഷിച്ച് പൗലോസിനെ താങ്ങിയവനുമായ ഒരു ഭക്തൻ എപ്പാബ്രോദിത്തോസ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദീനം പിടിച്ച് പാപം ചെയ്തത് കൊണ്ടല്ല, കള്ളടിച്ചത് കൊണ്ടല്ല, നോ. കള്ള
കള്ള് കുടിച്ചത് കൊണ്ടും അക്രമം ചെയ്തതും കൊണ്ടല്ല. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 30-ാം വചനം, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലെ, അവൻ എപ്പോപ്രോദിദോസ് എന്നുള്ള ഭക്തൻ തന്റെ പ്രാണനെ പോലും കരുതാതെ വകവയ്ക്കാതെ, ക്രിസ്തുവിന്റെ വേല തന്റെ പ്രാണനെ പോലും, തന്റെ ജീവിതത്തെ പോലും, തന്റെ സുഖ സൗകര്യത്തെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഹല്ലേലൂയ. എത്ര പേർ സുവിശേഷത്തിന് കഷ്ടം സഹിക്കുന്നു? എത്ര പേർ? എനിക്ക് ഇന്നും വേണം, ഇനിയും വേണം, കൊണ്ടുവാ, ശമ്പളം കൂടണം, ബെറ്റർ ജോബ് കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, മക്കൾക്ക് ഗവൺമെന്റിൽ തന്നെ കിട്ടണം. കിട്ടിയത് കൊണ്ട് നീ ദൈവത്തിന് എന്ത് ചെയ്ത്? യെസ്, മറുപടി തരുക. ഇവനെ നോക്കുക, തൻ്റെ സൗകര്യത്തെ പോലും വകവയ്ക്കാതെ, തൻ്റെ കുടുംബത്തെ പോലും വകവയ്ക്കാതെ, തൻ്റെ പ്രാണനെ പോലും കരുതാതെ. ഹല്ലേലൂയ. എല്ലാരും കൈകളെ ഉയർത്തി തൻ്റെ പ്രാണനെ പോലും വകവയ്ക്കാതെ ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്ത് രോഗിയായി തീർന്ന്. 2 കൊരിന്ത്യർ 12:7 the Bible says St. Paul prayed unto God broken hearted thrice, heal me. പൗലോസ് ഉപയോഗിച്ച കർച്ചീപ്പ് അനേകരുടെ രോഗം മാറ്റിക്കൊടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 19:11 ദൈവം പൗലോസിനെ മാനിക്കുന്ന God in heaven, the Bible says God performed not usual miracle. The Bible says unusual miracle in the ministry of Paul. പൗലോസിന്റെ ശുശ്രൂഷയിൽ സ്വർഗത്തിലെ ദൈവം അസാധാരണ അത്ഭുതങ്ങൾ ചെയ്ത് ഉപയോഗിച്ച കർച്ചീപ്പ് തൊട്ടവന് ക്യാൻസർ മാറി. ഒരു 30 ആണ്ടുകൾക്ക് മുമ്പ് ഈ സാക്ഷ്യം സൗത്ത് കേരള ഡയസിസിൽ സുവിശേഷം എങ്ങനെ അറിയിക്കണമെന്ന് അറിഞ്ഞ് ദൈവത്തെ സേവിക്കുന്ന ഒരു ഉന്നതനായ പട്ടക്കാരൻ എൻ്റെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ മൈക്കിൽ കൂടി പറഞ്ഞ സാക്ഷ്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 30 ആണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പുതുക്കുന്ന് ഡിസ്ട്രിക്റ്റ് ആലയം, DC ഓസ്റ്റിൻ, DC ഹോളി ഗാർലാൻഡ്, അവർക്ക് ഇളയ ഒരു അനുജനുണ്ട്, ഭക്തൻ ഡേവിഡ്, DC ഡേവിഡ്. കേരള ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസർ. അന്ന് നമ്മുടെ മിനിസ്റ്റർ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ വിളിച്ച് ആ പൊങ്ങി ഉയരത്തിലിരിക്കുന്ന ആലയത്തിൽ, ആലയവും ചുറ്റും പാക്ട്, ഇത്രയേ എനിക്ക് ഓർമ്മ ഉള്ളൂ. പിന്നെ നടന്നത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് ഈ അച്ഛൻ ഈ കോവിഡിൻ്റെ തൊട്ടു മുമ്പ് താൻ സേവനം അനുഷ്ഠിക്കുന്ന ആലയത്തിൽ എന്നെ കൺവെൻഷൻ പ്രസംഗിക്കുവാൻ ക്ഷണിച്ച് അവിടെ ഈ സാക്ഷ്യം പരസ്യമായി മേക്കിൽ കൂടി വെളിപ്പെടുത്തിയ സാക്ഷ്യം. ഒരു കുഞ്ഞ്, 10 വയസ്സുള്ള കുഞ്ഞ്, 5ാം ക്ലാസ്, 5 അക്ഷരം അറിഞ്ഞുകൂടാ. അപ്പനും അമ്മയും ആ കുഞ്ഞ് പഠിക്കുന്ന LP സ്കൂളിൽ ടീച്ചർമാരാണ്. ജന്മനാ ഹൃദയ രോഗിയായി ജനിച്ച് ഇത് ജീവിക്കുകയില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതപ്പെട്ട് വീട്ടിൽ എന്നും മരണനാട്ടം. ആ കുഞ്ഞിന് കൺവെൻഷൻ്റെ ഫസ്റ്റ് ഡേ കൊണ്ടുവന്ന അപ്പനും അമ്മയും കുഞ്ഞിനെ നെഞ്ച് തടകി കരഞ്ഞ്
റവറൻഡ് 2019 കോവിഡിൻ്റെ തൊട്ട് മുമ്പ് സാക്ഷി പറയുന്നത് ആ കുഞ്ഞ് ഞാനായിരുന്നു. സുന്ദർ സിംഗ് എന്നുള്ള ഒരാൾ അവിടെ സുവിശേഷം വരുന്നത് അറിഞ്ഞ് എൻ്റെ അപ്പനും അമ്മയും അവിടെ പോയി എൻ്റെ നെഞ്ചിനെ തടകി 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 കരഞ്ഞ് ആ വേലക്കാരൻ ദൈവവേലക്കാരൻ്റെ നാക്കിൽ കൂടി എൻ്റെ പേര് വിളിച്ചു. എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി, നിന്റെ പഴയ ഹൃദയത്തെ യേശു എടുത്തിട്ട് പുതിയ ഹൃദയത്തെ ഇതാ വയ്ക്കുന്നത്. അങ്ങനെ എനിക്ക് അന്ന് പുത്തം പുതു ഹൃദയം കിട്ടി. അന്ന് മുതൽ ഞാൻ പഠിച്ച് എൻ്റെ ഉള്ളിലെ ദൈവവേല ചെയ്യണം. ഞാൻ ചുരുക്കി പറയുന്നത്, ഇന്ന് സൗത്ത് കേരള ഡയസിസിൽ ഒരു നല്ല നിലവാരം പുറത്തുനിന്ന് MDH ഉണ്ട്, നോർത്ത് ഇന്ത്യ ശുശ്രൂഷ ഉണ്ട്, ആത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൊണ്ട് നന്നായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കും, കൂടെ LLB കൂടെ ഉണ്ട്. ആ റവറൻ്റെ സാക്ഷി പറയുന്നത്, ബ്രദർ എൻ്റെ തലയ്ക്ക് തൊട്ടില്ല, എൻ്റെ പേര് ചോദിച്ചില്ല, എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി. സ്വർഗത്തിൽ നിന്ന് പുത്തം പുതു ഹൃദയം എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ ഇന്ന് ആരോഗ്യവാൻ. ഞാൻ സന്തോഷത്തോട് ദൈവത്തെ സേവിക്കുന്നു. ഇത് ഒരു സാക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു രോഗം പിടിപെട്ടപ്പോൾ എന്നെ ഇട്ട് ഉരുട്ടി. 2020 മാർച്ച് 2-ാം ശനിയാഴ്ച കോവിഡിന് തൊട്ട് മുമ്പ് ഇവിടെ ആരാധന കഴിഞ്ഞ് പിന്നെ ലോക്ക്ഡൗൺ. ദൈവകൃപയിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഉന്നത നിലവാരത്തിലിരിക്കുന്ന ആളുകളുടെ ഓഫീസിനെ ചെന്ന് തട്ടി. കള്ളുകട തുറന്ന് എൻ്റെ ആലയം തുറക്കണം, അല്ലെങ്കിൽ ദൈവക്രോധം ഇറങ്ങും. കള്ളുകട നിങ്ങൾ തുറന്ന് ആരാധനാലയം തുറക്കണം. അങ്ങനെ ജൂലൈ 3 നമ്മുടെ ആരാധന തുടങ്ങി. അന്ന് കോവിഡിൻ്റെ പേരും പറഞ്ഞ് മുങ്ങിയ ആളുകൾ നല്ല ശതമാനം ഇന്നും മുങ്ങി മുങ്ങി നാശത്തിലേക്ക് പോകുന്നു. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന ഓരോ ആത്മാവിനും ഞാൻ യേശുവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവനാണ്. ജൂലൈ 3 ആരാധന തുടങ്ങി. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. പല ടൈമിലും പല ആളുകൾ വരും. ഒരുത്തൻ വന്നാലും ഞാൻ ആരാധന നടത്തിയേ വിട്ടിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞ് പ്രേയർ ഹാളിൻ്റെ സകല താക്കോല് നിൻ്റെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കോവിഡ് കൊണ്ട് പുളുക്കും. അങ്ങനെയാണ് താക്കോൽ കയ്യിൽ കർത്താവ് തന്നത്. 10 ആരാധന വരെ നടത്തി. എൻ്റെ ഷുഗർ റേഞ്ച് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ 60 ആകും, പലപ്പോൾ 600 ആകും. എന്നെ കെട്ടി നടത്തുന്നവൻ എൻ്റെ ദൈവം. 60ഉം 600ഉം ഷുഗറിൽ 10 ആരാധന നടത്തിയപ്പോൾ എൻ്റെ നരമ്പുകൾ പഴുത്ത് ഒരു മരക്കഷ്ണം പോലെ ഇട്ട് ഉരുട്ടി. 2020 ഒക്ടോബർ 20 പിന്നെ ചലിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഒരു 3 മാസം ഇരുന്ന് ഞാൻ പ്രസംഗിച്ചത്. കർത്താവ് എന്നെ തൊട്ട് കൃപ കാട്ടി. ജനുവരി 1 നിന്ന് പ്രസംഗിക്കുവാൻ സൗഖ്യം തരണമേ. നരമ്പുകൾ പഴുത്ത് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഈ രോഗത്തിൻ്റെ പേര് ഡയബറ്റിക് ന്യൂറോപ്പതി. ഇതിൽ നിന്ന് ഒരു എഴുന്നേൽപ്പില്ല, തമ്പുരാൻ തൊടണം. ഞാൻ പ്രാർത്ഥിച്ചത് 2021 ജനുവരി 1 തൊടണമേ. കർത്താവ് അതിൻ്റെ 4 ദിവസത്തിന് മുമ്പേ എന്നെ തൊട്ട് എനിക്ക് സൗഖ്യം തന്ന്. അതാണ് എപ്പോ പ്രോത്യുഷനെ കുറിച്ച് പൗലോസ് എഴുതുന്നു, ഇവന് വന്ന ദീനം ഇവന്റെ സുഖസൗകര്യത്തിനല്ല, ഇവൻ തൻ്റെ പ്രാണനെ കരുതിയില്ല, തൻ്റെ ജീവിതത്തെ കരുതിയില്ല. പൗലോസിന് വന്ന ദീനം, അവൻ കഠിനാധ്വാനം, രാപ്പകൽ ശുശ്രൂഷ, അവൻ തൻ്റെ ജീവനെ കരുതിയില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ 13-14 ഒറ്റ വാക്ക് കൊണ്ട് ജോർദാനെ പിളർന്നവൻ എലിശ. ആമേൻ.
ഒറ്റ വാക്ക്. The Bible says the Jordan river was overflowed. ആ കരയിൽ നിന്ന് 2 രാജാക്കന്മാർ 2:14 എലിശ നിലവിളിക്കുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ? With the garment he smote the river. നദി 2ആയിട്ട് പിളർന്ന്. അത്ര മൈറ്റി മാൻ. വേറൊരു രാജ്യത്തിൻ്റെ സേനാധിപതിൻ്റെ കുഷ്ഠം തൻ്റെ ചേംബറിലിരുന്ന് കൽപ്പിക്കുന്നു, man, go and dip yourself in the river. You shall see a miracle. തൊട്ടില്ല, വിഷയം കേട്ടില്ല, കൽപ്പിക്കുന്നു, കുഷ്ഠം മാറി. അങ്ങനെയുള്ള എലിശ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങനെയുള്ള എലിശയുടെ ജീവിതം 2 രാജാക്കന്മാർ 13:14 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ദീനം പിടിച്ച് മരണത്തോളമായി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ബലത്ത മനുഷ്യൻ ദീനം പിടിച്ച് മരണത്തോളമായി. അതാണ് ഫിലിപ്പിയർ 2:30 പ്രാണന പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം എപാഫ്രാദിത്തോസ് മരണത്തോളം ആയി. നാം ഇന്ന് കരയാൻ പോകുന്നു. എസ്കിയാ കരഞ്ഞ്. ഐസിയ മുഖാന്തിരം പ്രവചനം കേട്ടപ്പോൾ നീ ചത്തുപോകുമടോ. രാജാവ് തന്നെയാണ്. ബട്ട് യു ഷാൽ ഡൈ. സെറ്റ് യുവർ ഫാമിലി ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ഐസയ 38-4 വചനത്തിൽ 2 രാജാക്കന്മാർ 20:3 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓ എന്നവൻ കരഞ്ഞ്, നീ മരിച്ചു പോകും, മക്കളില്ല. അതാണ് എഴുതുന്നത്. ഐ വെയിറ്റഡ് ഫോർ പീസ് ബട്ട് ബിറ്റർനെസ് കേം ഇൻടു മീ. ഞാൻ സമാധാനത്തിനായി കാത്തിരുന്ന് എനിക്കൊരു മകന് ദൈവം തരും എന്ന് കാത്തിരുന്ന് അപ്പോഴാണോ എൻ്റെ ജീവൻ പോകുന്നത്? ഓവെന്ന് നിലവിളിച്ച് ആ കണ്ണുനീർ എൻ്റെ കർത്താവ് കടന്നു പോയില്ല, അവനെ സൗഖ്യമാക്കി. 15 ആണ്ടുകൾ കൂട്ടിക്കൊടുത്ത് അതേപോലെ തെരുവിൽ കിടന്നവൻ, വഴിയരികെ കിടന്നവൻ, കുരുടൻ ഓവെന്ന് യേശുവിനെ വരുന്നു എന്ന് കേട്ടപ്പോൾ ഒട്ടും മടിക്കാതെ അതിശബ്ദമായി നിലവിളിച്ച് മർക്കോസ് 10:46-52 വരെ വചനം നമ്മെ പഠിപ്പിക്കുന്ന അവനും യേശു കാഴ്ചശക്തി നൽകി. നിങ്ങൾക്കറിയാമോ, യേശു ഇങ്ങനെ സംസാരിച്ചാൽ അവിടെ സൗഖ്യമുണ്ട്. 2008 ചെന്നൈ അണ്ണാ നഗർ മിസ്റ്റർ സ്റ്റാലിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി കുളത്തൂർ നാടാർ സംഘം സ്റ്റേഡിയത്തിൽ കർത്താവ് എന്നെ കൊണ്ടുവിട്ട്, എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, വാ തുറന്നപ്പോൾ ഒരുത്തിയുടെ ക്യാൻസർ സൗഖ്യമായി. വത്സല തങ്കച്ചൻ ഇന്നും ജീവിക്കുന്ന സാക്ഷി. കർത്താവ് സംസാരിക്കുമ്പോൾ സൗഖ്യം. മത്തായി സുവിശേഷം 9-ാം വചനത്തിൽ ചില ആളുകൾ ഒരു പക്ഷപാതക്കാരന് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ യേശു അവനോട് വാ തുറന്നതേ ഉള്ളൂ. അവൻ്റെ പക്ഷപാതം മാറി കിടക്ക എടുത്തിട്ട് അവൻ വീട്ടിലേക്ക് പോയി. വാ തുറന്നാൽ സൗഖ്യം. രണ്ടാമത് അവൻ്റെ വാർത്തയിൽ സൗഖ്യം. സങ്കീർത്തനം 107:20 ഹെറോദാവ് പാലസിലെ ഹൈ റാങ്കിങ് ഓഫീസർ യേശുവിൻ്റെ പാദത്തിൽ വീണ് കരയുന്നു, എൻ്റെ മകൻ മരിച്ചു പോകും. മാസ്റ്റർ, calm down before he dies. അവൻ മരിക്കും മുമ്പ് വരണമേ. യോഹന്നാൻ 4:50 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. വാക്കിൽ സൗഖ്യം. സദൃശവാക്യം 4:22 അവൻ്റെ വാക്കിൽ
ദേഹത്തെ സൗഖ്യമാക്കുന്ന ജീവനുണ്ട്. ആമേൻ, ആമേൻ. യേശുവിൻ്റെ വാക്കിൽ നമ്മുടെ ദേഹത്തെ സൗഖ്യമാക്കുന്ന ജീവനുണ്ട്. അവൻ സംസാരിച്ചാൽ സൗഖ്യം, അവൻ്റെ വാക്കിൽ സൗഖ്യം. അവനെ തൊട്ടാൽ 12 വർഷക്കാലം രക്തസ്രവം പിടിച്ച ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ട് അവനെ തൊട്ടാൽ, ലൂക്കോസ് 8:43, സൗഖ്യം. യേശു തൊട്ടാൽ സൗഖ്യം. കുഷ്ഠരോഗി വന്ന് നിലവിളിക്കുന്നു, യേശു അവനെ തൊട്ട്. മത്തായി സുവിശേഷം 8:3, അപ്പോൾ അവന് സൗഖ്യം. കാരണം യോഹന്നാൻ 3:35 നമ്മ പഠിപ്പിക്കുന്ന പിതാവ് സകലവും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ആ കൈ നമ്മുടെ ശിരസിൽ പതിയുവാൻ വേണ്ടിയാണ് നാം ഇവിടെ കാത്തിരിക്കുന്നത്. ആ യേശുവിൻ്റെ കയ്യിൽ പിതാവ് എല്ലാം കൊടുത്തിരിക്കുന്നു. നമ്മുടെ രോഗം ചുമന്ന യേശു ഇവിടെ ഉണ്ട്. നമുക്ക് എഴുന്നേൽക്കാം. നന്ദി, 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 നന്ദി. ശരീരത്തിൽ നൂലോ ചരടോ തകടോ മാന്ത്രിക കുഴലോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കളയണം. ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കളയുക. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കരുത്, കണ്ണുകൾ അടഞ്ഞിരിക്കണം. നീ ഏത് വിഷയം ദൈവസന്നിധിയിൽ വച്ച് ഇന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവോ അതിന് മറുപടി ഉണ്ട്. തടസ്സപ്പെട്ട ചില വിവാഹങ്ങൾ യേശുവിൻ നാമത്തിൽ തടസ്സം വിട്ടു മാറുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പൂത്തി പൊരുകി ഉണ്ടാക്കിയ ചില വിവാഹ ബന്ധങ്ങൾ അത് നിനക്ക് ദോഷമാകുകയാൽ അതും നിന്നെ വിട്ടുമാറുന്നു. ആമേൻ. അഗ്നിമഴ, അഗ്നിമഴ, ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ നിറവ്. അപ്പാ കരയുമോ, 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 കരയുമോ? സഹോദര കരയുമോ? കുഞ്ഞുങ്ങളെ കരയുമോ? സഹോദരന്മാരെ കരയുമോ? കരയുമോ? നൂല് ചരട് തകട് പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. കിഴക്കിലും വടക്കിലും പടിഞ്ഞാറും കാവിലും കൊണ്ട് വിളക്ക് കത്തിച്ചു വയ്ക്കുന്ന ചില ശീമാട്ടികളും ശീമാന്മാരും ഇതിൻ്റെ അകത്തുകൊണ്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ നേർച്ചക്കാഴ്ച അർപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. വിട്ടുവാ, 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 വിട്ടുവാ. ഉരുണ്ട് നേർച്ച, മുട്ട നേർച്ച, ചൂട് പയറ് നേർച്ച എന്ന് പഴയ ചങ്കല വിട്ട് വരുവാൻ കഴിയാതെ പിശാചിന്റെ ബന്ധനത്തിൽപ്പെട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്പർശിച്ച് മോചനം നൽകുന്നു. അഭിഷേക കത്തുക, ദൈവ പൈതലെ കത്തുക, വചന ശക്തിയിൽ കത്തുക, 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 കത്തുക. നിന്നെ കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പദ്ധതി ഒരുക്കി കങ്ങണം കെട്ടി നിൽക്കുന്ന പഴയ പാമ്പിൻ്റെ ശീറ്റം ദൈവ ജനത്തെ വിട്ടു പോ. അഗ്നി, 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 അഗ്നി.
നന്ദി 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 നന്ദി. ആമേൻ 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 ആമേൻ. വിളവിനെ അടിച്ചു മാറ്റുന്ന അന്യന്റെ കരം യുവതലമുറയെ വിട്ടു മാറിപ്പോ. കുഞ്ഞുങ്ങളെ, യുവതിവാക്കളെ, കുഞ്ഞുങ്ങളെ, യുവതിവാക്കൾ അങ്ങയുടെ കരത്തിൽ തരുന്നു. വീട്ടിൽ നിന്ന് സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്നവർ ഭദ്രമായി കാത്തുകൊള്ളണം. യുവാക്കളെ, കുഞ്ഞുങ്ങളെ ഭദ്രമായി കോട്ടക്കെട്ടി കാത്തുകൊള്ളണം. ആമേൻ. അഗ്നി 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 ആത്മനിറവ് യുവതലമുറയിൽ അഭിഷേക തീ നിറയട്ടെ. ആനന്ദ നദി ഒഴുകട്ടെ ഒഴുകട്ടെ. ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, പരിശുദ്ധാത്മാവിൽ നിറയുവിൻ, പരിശുദ്ധാത്മാവിൽ നിറയുവിൻ. നന്ദി 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 നന്ദി. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം പൂകുമ്പോ അതിനാരംഭം, ക്ഷാമം പൂകുമ്പോ അതിനാരംഭം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ടീ 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 ടീ. നിറച്ചതിനായി നന്ദി. മഹത്വം കർത്താവിന്. യേശുനാമത്തിൽ പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.